കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കാണുന്ന പോലെ അത്ര സ്വീറ്റ് ഒന്നും അല്ലാട്ടോ നമ്മുടെ ചേട്ടൻ. ആള് ചെറിയച്ഛനെ പോലെ തന്നെ ഷോർട്ട് ടെമ്പറാണെന്ന് ഉറപ്പാ. ചിലപ്പോൾ ചെറിയച്ഛനേക്കാൾ കൂടുതൽ. കണ്ടില്ലേ അച്ഛൻ ഇങ്ങനെ കരഞ്ഞ് കണ്ണീര് കണ്ടിട്ട് പോലും ഒരു മനസ്സലിവില്ല. ചെറിയച്ഛനാണ് ഈ അലിഞ്ഞേനെ. ആണി പാച്ചുവിന്റെ ചുവന്ന് വലിഞ്ഞു മുറുകിയ മുഖം നോക്കി അനിയത്തിമാർക്ക് പറഞ്ഞു കൊടുത്തു. അവരും അവനെ നോക്കി ലേശം പേടിയോടെ തലയാട്ടിയെങ്കിലും പാർട്ടിയുടെ മുഖം ദർശനയുടെ ഉള്ളിൽ നന്നായി ഒന്ന് തറഞ്ഞു പോയെന്നുള്ളത് സത്യം. ജയരാജൻ മുതലാളി വിളിക്കുന്നതെന്ന് പറഞ്ഞാണ് തിങ്കളയാളുടെ ഓഫീസ് റൂമിലേക്ക് ചെന്നത്. ശ്രീത്വം ആ സമയം അവിടെ ഉണ്ടെങ്കിലും ആളത് കാര്യമാക്കിയില്ല. അല്ലെങ്കിലും ആൾ അവനെ ശ്രദ്ധിക്കാറേ ഇല്ലല്ലോ. എന്നാൽ ശ്രീത്തിന്റെ കണ്ണുകൾ ആളിലേക്ക് എത്തിയ നേരം ജയരാജൻ അവനോട് പുറത്തേക്ക് നിൽക്കാൻ പറയുകയും ചെയ്തു. കടുത്ത മുഖത്തോടെ അവൻ പുറത്തേക്ക് പോയി. ജോലിയൊക്കെ കഴിഞ്ഞോ തിങ്കൾ? അകത്തേക്ക് വന്ന് കയറിയവളെ നോക്കി ജയരാജന്റെ സൗമ്യമായ ചോദ്യം. കഴിയുന്നുള്ളൂ സാർ, ഒരു അക്കൗണ്ട് കൂടെ നോക്കാനുണ്ട്. അതവിടെ നിൽക്കട്ടെ. തിങ്കൾ ഇപ്പൊ ഒന്നും ഇരിക്കുക, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അയാൾ മുഖത്തെ കണ്ണട ഊരി മാറ്റി വെച്ച് പറയുമ്പോൾ പെണ്ണിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. എന്താ സാർ? ഇരിക്കൂ തിങ്കൾ, മാറ്റ് കുറച്ച് പേഴ്സണലാ. അയാൾ സ്വാഭാവികമായി പറഞ്ഞു നിർത്തുമ്പോൾ തങ്ങൾ തമ്മിൽ എന്ത് പേഴ്സണൽ എന്ന് മനസ്സിലാവാതെ ആൾക്കുള്ളിൽ സംശയങ്ങൾ നിറഞ്ഞെങ്കിലും തൽക്കാലം അയാൾക്ക് മുന്നിലുള്ള കസേരകളിലൊന്നിൽ കഴുത്തിലെ ചുരിദാറിന്റെ ഷോൾ നേരെ പിടിച്ചിട്ടിരുന്നവൾ. തിങ്കളിന് ഇങ്ങനെ ചുരിദാറിനേക്കാളും ചേരുന്ന സാരി കേട്ടോ. എന്നാലും ചുരിദാർ ഒട്ടും മോശമല്ല, അതിലും സുന്ദരി തന്നെ. ചെറിയ അയാളുടെ പഞ്ചാര വർത്താനം. മനസ്സിലായില്ല സാർ. ഇരുന്നിടത്ത് അന്നേരം തന്നെ തിങ്കൾ എഴുന്നേറ്റ് മാറിയെന്നു. ഞാൻ പറയട്ടെ തിങ്കൾ, കുട്ടി അവിടെ ഇരിക്കുക പ്ലീസ്. ഞാനൊരു കോംപ്ലിമെന്റ് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ടാൽ അങ്ങനെയാണോ? അയാളുടെ മുഖത്തെ ചിരി മായ്ക്കാതെ പരമാവധി മാന്യത പുറത്തേക്ക് കാണിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ ഞാനിവിടെ നിന്നോളാം, സാർ എന്താണ് പറയണമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. തിങ്കൾ ഉറച്ച ശബ്ദത്തോടെ തന്നെ മറുപടി പറഞ്ഞു. അയാളുടെ മുഖത്തെ ചിരി കുറച്ച് മങ്ങിലേറ്റെങ്കിലും അത് പൂർണ്ണമായി മാഞ്ഞിട്ടില്ല. അതിനൊപ്പം തന്നെ ഇത്രയും നാളായിട്ട് അവളോട് മുട്ടാനൊരു വഴി കിട്ടാത്തതുകൊണ്ടാണ് അവസാനം ക്ഷമിച്ച് നേരിട്ടത് ഇങ്ങനൊരു അപ്രോച്ചിന് തയ്യാറാവുന്നു. തിങ്കളിനെന്റെ പേരറിയാലോ, ജയരാജൻ. അച്ഛൻ മധുപാല് പാലക്കാട്ടുകാരനാ, അമ്മ ഈശ്വരി തമിഴ്നാട്ടുകാരിയാ. അവർക്ക് രണ്ടുപേർക്കും ഒറ്റ മകനാ ഞാൻ. അവരുടേത് പ്രണയവായിരുന്നുകൊണ്ട് എടുത്തു പറയത്തക്ക ബന്ധുക്കളാരുമില്ല. അച്ഛൻ നേരത്തെ പോയി, അത് കഴിഞ്ഞ് അമ്മയും. അമ്മയുടെ ഓർമ്മയ്ക്കാ ഞാൻ ഈ കമ്പനി തുടങ്ങിയത്. കമ്പനിയുടെ പേര് അമ്മയുടെ പേര് തന്നെയാണെന്ന് അറിയാലോ നിങ്ങളുടെ. ഇന്ന് ഇവിടെ കൂടാതെ മൂന്നാറിലും പാലക്കാടൊക്കെ ആയിട്ട് എനിക്ക് വേറെയും തോട്ടങ്ങളും എസ്റ്റേറ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും ഞാനൊരു ഒറ്റത്തടിയാണ്. വിവാഹം കഴിക്കാൻ പ്രായമായിട്ടും സാഹചര്യങ്ങൾ മൂലം അതിനിതുവരെ കഴിയാത്തൊരു അവിവാഹിതൻ. അത്രയും പറഞ്ഞയാൾ തിങ്കളുടെ നോക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നെന്ന പോലെ തലവെരുക്കി നിൽക്കുന്നുണ്ട് പെണ്ണ്. പിന്നെ ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗോപിനാഥനോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഇതൊക്കെ തന്നോട് ഞാനിപ്പോൾ എന്തിനാ പറയുന്നതായിരിക്കുമല്ലേ താൻ ചിന്തിക്കുന്നുണ്ടാവുക. വേറൊന്നുമില്ല, എനിക്കിപ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരാളെൻ്റെ കൂടെ കൂട്ടണമെന്ന് ഇതുവരെ ഇല്ലാത്തൊരാഗ്രഹം. തിങ്കളിനെ കുറിച്ചാണെങ്കിൽ തിങ്കൾ പറയാത്തായിട്ടുള്ള പല കാര്യങ്ങളും എനിക്കറിയാം. ഇവിടെ താൻ ജോലിക്കാരൻ മുന്നേ തന്നെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചിട്ടാണ് ഞാനിവിടെ തന്നെ ജോലിക്കെടുത്ത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. ഒറ്റപ്പെടലിൻ്റെ വേദന ഒരുപാട് അനുഭവിച്ചവർ. അങ്ങനെയാണെങ്കിൽ ഇനിയും എന്തിനാ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്? എനിക്ക് കൂട്ടായി താനും, തനിക്ക് കൂട്ടായി ഞാനും. അങ്ങനെ ഒരു ജീവിതം നമുക്ക് എന്തുകൊണ്ട് ജീവിച്ച് തുടങ്ങിക്കൂടാ? ഇരുന്നിരുന്നെഴുന്നേറ്റ് ആൾക്കടുത്തേക്ക് വന്നിന്ന് ഉള്ളിൽ പറഞ്ഞു പഠിച്ച കാര്യങ്ങളെല്ലാം അയാൾ അവളോട് സുഖമായി പറഞ്ഞു നിർത്തി. എനിക്കതിന് താല്പര്യമില്ല സർ. എടുത്തടിച്ച പോലെയുള്ള തിങ്കളുടെ മറുപടി ജയരാജന്റെ മുഖത്തെ വെളിച്ചം കിട്ടും. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കളയല്ലോ, താനൊന്ന് ആലോചിക്കുക. ആലോചിക്കാനൊന്നുമില്ല സർ, എനിക്ക് സാറിന് വിവാഹം ചെയ്യാൻ ഇഷ്ടമല്ല. ഈ കാര്യം പറഞ്ഞ് ഇനി എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട. തീർത്ത് പറഞ്ഞു കഴിഞ്ഞവൾ. അതെന്തുകൊണ്ടാണ് തിങ്കളുടെ എന്നെ ഇഷ്ടമില്ലാത്ത? പ്രായം കൂടി കൊണ്ടാണോ? തിങ്കളിന് ഇപ്പോൾ 27 വയസ്സില്ലേ, എനിക്കൊരു 46. ഇതൊക്കെ അത്ര വലിയ പ്രായ വ്യത്യാസമാണോ? എൻ്റെ കൈയുള്ള കാശിന് ഇതൊക്കെ അങ്ങ് മുങ്ങിപ്പോകുന്നേ. നമുക്ക് ഈ ഒറ്റയാൾ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം. രാജ്ഞിയെ പോലെ വാഴിക്കാൻ ഞാൻ തിങ്കളുടെ. പറച്ചിലിനൊപ്പം ആളുടെ കവിളിൽ നിന്നുള്ള അയാൾ കൈ ഉയർത്തി വരുമ്പോൾ തിങ്കൾ അയാളുടെ അടുത്ത് നിന്ന് 2 അടി പിന്നോട്ട് മാറി. മര്യാദ സംസാരിക്കണം സാർ, എനിക്കിപ്പോൾ ഒറ്റപ്പെടലുമില്ല. സാറിൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ വായിച്ചോളൂ. എനിക്ക് നിങ്ങൾ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുപോലെ ഇനി ഈ ജോലി തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സാർ പുതിയൊരു സ്റ്റാഫിനെ കൂടെ കണ്ടുപിടിച്ചോളൂ. അത്രയും കടുപ്പിച്ച് എന്നെ പറഞ്ഞു നിർത്തുമ്പോൾ എങ്ങനെയെങ്കിലും അയാൾക്ക് മുന്നിൽ നിന്ന് പോയാൽ മതി എന്നുള്ള തിങ്കളിന് പുറമേ കാണുന്ന പോലെയുള്ള ആളുകളുടെ ഉള്ളിലുള്ളത് ഇത്രയും നാളും മാന്യതയുടെ മുഖം മൂടിയിട്ട് നടന്ന മനുഷ്യനാണ്. എന്നിട്ട് ഇപ്പോഴുള്ള സംസാരമോ, അയാളുടെ ബോഡി ലാംഗ്വേജിൽ വരെ മാറ്റം. ആ സമയം തന്നെ തിങ്കളുടെ ഉള്ളിൽ മറ്റൊരുവന്റെ മുഖം തെളിഞ്ഞു. ഉള്ളിലുള്ളത് എന്തോ അന്നേരം തന്നെ തുറന്നു പറയുന്ന ഒരു വാശിക്കാരൻ്റെ. തിങ്കൾ ജയരാജനെ പിന്നെ ഒരു വട്ടം കൂടെ പോലും നോക്കാതെ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വാതിൽ കുറച്ച് ശക്തിയിൽ അടച്ചുപോയി. ആ അടിയിൽ മുഖത്തൊരു അടി കിട്ടിയ പോലെ ചെരിഞ്ഞുപോയി അയാളുടെ തല.
ദേഷ്യം കൊണ്ട് ജയരാജന്റെ മുഖം ചുവന്നു കയറി. ഓഫീസ് മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തുമ്പോൾ അകത്തിടന്നെല്ലാം കേട്ട ശ്രീയത്തിന്റെ മുഖത്ത് പുച്ഛത്തോടെയുള്ള ചിരി കൂടി കണ്ടതോടെ അയാൾക്ക് ഭ്രാന്തി ഇളകി. ആ ഭ്രാന്ത് മനസ്സിലായതോടെ അവന്റെ മുഖത്തെ ചിരിയും പെട്ടെന്ന് മാഞ്ഞു. തിങ്കളപ്പോഴേക്ക് അവരുടെ ബാഗും മറ്റുമെടുത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നീ ആരാന്നാണ് നിന്റെ വിചാരം? ജയിലിൽ പോയി കിടന്ന നിന്നെ ഇനി ആര് കെട്ടാൻ വരുമെന്നാ? പോവാൻ നിന്നവരുടെ മുമ്പിൽ തടസ്സമായി ജയരാജൻ കയറി നിൽക്കുമ്പോൾ തിങ്കൾ അയാളെ രൂക്ഷമായി നോക്കി. അവിടെ ഇരിക്കുന്ന പീറ്ററും വീണയും സന്തോഷവും കാര്യറിയാതെ പരസ്പരം അന്തിച്ച് നോക്കുന്നുണ്ട്. അതിനൊപ്പം ജയരാജന്റെ ഇങ്ങനൊരു ഭാവമാറ്റം കണ്ട് അവരുടെ മുഖത്തും അതിശയം. ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിച്ചു തന്നെയാ. ഈ മാസം അവസാനം നമ്മുടെ കല്യാണം. കേട്ടോടി, കേട്ടോന്ന്. പറച്ചിലിനൊപ്പം മുന്നോട്ട് വന്ന അയാൾ തിങ്കളുടെ കവളിൽ പകയോടെ കുത്തിപ്പിടിച്ചു. അടുത്ത നിമിഷം സർവ്വശക്തിയും എടുത്ത് ആ കൈയോൾ തട്ടിത്തെറിപ്പിക്കുന്നതിനൊപ്പം അയാളുടെ മുഖം അടച്ചൊന്ന് കൊടുത്തു കഴിഞ്ഞതും എല്ലാവരും ഞെട്ടിത്തറഞ്ഞു പോയി. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതെല്ലാം സഹിച്ചും ക്ഷമിച്ച് നിൽക്കാൻ ദേ ഇപ്പൊ മുതൽ ഞാൻ നിങ്ങളുടെ സ്റ്റാഫല്ല. ആർക്കും ഇത്ര നാൾ എവിടെയും ജോലി ചെയ്യാന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടില്ല. ഇനി എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാറുണ്ടല്ലോ, തന്റെ ഈ ഭീഷണി എന്നോട് വേണ്ട, മാറിക്കിടും. പറയലും ബാഗ് തോളിലൂടെ ഒന്നുകൂടെ കയറ്റിയിട്ട് അവളങ്ങി ഇറങ്ങിപ്പോയതും ജയരാജൻ തല ഉയർത്തി നോക്കി. സ്റ്റാഫുകളുടെ എല്ലാം നോട്ട അയാൾക്ക് നേരെയാണ്. തിങ്കളോടുള്ള പകയിലും ദേഷ്യത്തിലും അയാളുടെ കണ്ണുകളിൽ കനലെരിഞ്ഞു. വെട്ടിത്തിരിഞ്ഞ അയാളുടെ മുറിയിലേക്ക് തന്നെ പോയതും ശ്രീത്വം അയാൾക്ക് പുറകെ അകത്തേക്ക് കയറി. ഇതൊന്നും നടക്കില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലോ സാർ. ആൾക്ക് വേറെ ആളുണ്ട്, നമ്മളൊന്നും ആവശ്യമില്ല അവൾക്ക്. പറയുമ്പോൾ ശ്രീത്തിനുള്ളിൽ പാർട്ടിയുടെ മുഖം തന്നെയാണ്. ആരുണ്ടെങ്കിലും ഇനി ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ലടാ. നീ അവിടെ അടിയും കൊണ്ട് നടന്ന പോലെ ഞാൻ നടക്കില്ല. എന്നെ എതിർത്തതിനോ അടിച്ചതിനോ അവൾക്കുള്ള ഞാൻ കൊടുത്തിരിക്കും. പകയോടെ ജയരാജൻ മുരളുമ്പോൾ ശ്രീത്ത് അയാൾ ഉറ്റുനോക്കി. അയാൾ അതിന് അവന് നോക്കിയൊന്ന് ചിരിച്ചു. ശ്രീത്തിന് മാത്രം മനസ്സിലാവുന്ന തരത്തിൽ ക്രൂരമായ ചിരി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ചിരി അവനിലേക്കും പടർന്നു കയറി. തിങ്കൾ വീട്ടിലെത്തുമ്പോൾ അപ്പുറത്ത് ചാന്ദ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം പോയതിന്റെ പുറകെ തന്നെ അനിരുദ്ധനും പോയി, പാർത്തിയും പോയി. മോളെന്താ ഇന്ന് നേരത്തെ വന്നോ? ചിരിയോടെ ചോദിച്ചുകൊണ്ട് ഗേറ്റ് കടന്നു വരുന്ന ചാന്ദിനിയെ കണ്ട് തിങ്കൾ വെറുതെ ഒന്ന് ചിരിച്ചു. സ്കൂട്ടി ഒതുക്കി വെച്ചവളെ ഹെൽമെറ്റ് ഊരി ചാന്ദിനിക്ക് മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറുമ്പോൾ ഇന്ന് ആറ് വന്നതിന്റെ വിശേഷങ്ങളെല്ലാം പറയാൻ ചാന്ദിനി അവൾക്ക് പിന്നാലെ തന്നെ അകത്തേക്ക് കയറി. ആറ് വന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായി പറഞ്ഞു കഴിഞ്ഞ് ചന്തു കല്യാണത്തിലേക്ക് എത്തി. കല്യാണം ഉറപ്പിച്ചു കേട്ടോ മോളെ, അടുത്ത ഞായറാഴ്ച നമ്മുടെ കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച്. ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത് മോളെയാ. കുഞ്ഞൊരു നാണവും ഒരുപാട് സന്തോഷവും നിറച്ചുള്ള ചാന്ദിനിയുടെ പറച്ചിലിൽ ഒരു നിമിഷം ബാക്കിയുള്ളൊക്കെ വിട്ട് തിങ്കളിന്റെ ഹൃദയവും തെളിഞ്ഞു. ചാന്ദിനിയെ നോക്കി നിറഞ്ഞവൾ പുഞ്ചിരിക്കുമ്പോഴാണ് അവളുടെ കവളിലെ പാട് ചന്തു ശ്രദ്ധിക്കുന്നത്. അത്യാവശ്യം നന്നായി തന്നെ ജയരാജൻ അവളുടെ കവളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പാട് വന്നിട്ടുണ്ട് മുഖത്ത്. ഇതെന്താ മോളെ പറ്റിയേ? ഒന്നുമില്ല ആന്റി. ഒന്നുമില്ലാതെയാണോ ചുവന്നിരിക്കുന്നത്? കാര്യം പറ മോളെ. ചന്തു നിർബന്ധിക്കുമ്പോൾ പിന്നെ ഒന്നും പറയാതിരിക്കാൻ അവൾ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരുത്തനായിരുന്നു അയാള്. മോള് പേടിക്കൊന്നും വേണ്ട, ഞാൻ അനിയനോട് പോയി കാര്യം പറയാം. പോലീസ് എന്ന് പറയുമ്പോൾ പിന്നെ മോൾക്കൊരു ശല്യമായിട്ട് അയാൾ വരില്ല. ഇപ്പൊ തന്നെ വിളിക്കട്ടെ. കാര്യം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞതും ചാന്ദിനി വെപ്രാളം പിടിച്ച് ഓടാൻ നിൽക്കുമ്പോൾ തിങ്കൾ അവരുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അതിനൊന്നും ആവശ്യമില്ല ആന്റി, പ്രശ്നം ഞാൻ തന്നെ പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ ആ ജോലിയും വിട്ടു. അതവിടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് ആരും അറിയണ്ട, പ്രത്യേകിച്ച് പാർട്ടി ഒട്ടും അറിയരുത്. തിങ്കൾ അത് എടുത്തു പറയുമ്പോൾ ചന്തുവിന്റെ ചുണ്ടിലെ കള്ളശ്ശേരി അതുകൊണ്ട് തിങ്കളുടെ മുഖം വീർത്തു. പക്ഷെ ചാന്ദിനി അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ നിന്നില്ല. എന്തൊക്കെ വന്നാലും തന്റെ പാച്ചുവിനി തിങ്കളുടെ ഉള്ളിൽ സ്ഥാനമുണ്ടെന്ന് ചാന്ദിനി ഒന്നുകൂടെ ഉറപ്പിച്ചു. അല്ലെങ്കിൽ പിന്നെ അവൻ പറയുന്ന ഓരോ കുരുത്തക്കേടുകളുടെ കയ്യിൽ നിന്ന് എത്ര തള്ളി ചെക്കൻ വാങ്ങിച്ചു കൂട്ടും. എന്നാൽ ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലാത്ത പോട്ടെ, ഇടക്കൊക്കെ അറിഞ്ഞുകൊണ്ടോ അറിയാതെ അവന്റെ വാശിക്ക് അവളും തോറ്റുകൊടുക്കുന്നില്ലേ? അതൊക്കെ പോട്ടെ. എന്നാലും തിങ്കൾ പറഞ്ഞ പോലെ ഈ കാര്യം പാച്ചുവിന്റെ ചെവിയിൽ എത്തിച്ചാൽ ഒട്ടും ശരിയാവില്ലെന്ന് ചാന്ദിനിക്കും അറിയാം. ഭ്രാന്തെടുത്ത ചെക്കൻ എന്താണ് ചെയ്തു കൂട്ടാന്ന് അറിയില്ല. അതുകൊണ്ട് അവൻ ജോലിക്ക് പോകാത്ത എന്തേന്ന് ചോദിച്ചാൽ മോൾക്ക് ആ ജോലി മടുത്തുപോയെന്നവരോട് പറഞ്ഞാൽ മതിയെന്ന് ചാന്ദിനിയും പറഞ്ഞു. കൂടെ വേറെ ജോലിക്കാരെ നമുക്ക് അന്വേഷിക്കാമെന്നും പറഞ്ഞ് ചാന്ദിനി അവൾക്ക് കുറച്ചുകൂടെ ധൈര്യവും കൊടുത്തു. തിങ്കളോട് ഈ കാര്യങ്ങളൊന്നും ആരോടും പറയില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും അനിരുദ്ധനോട് വിളിച്ചു പറയാതിരിക്കാൻ ചാന്ദിനിക്ക് കഴിഞ്ഞില്ല. വേറൊന്നുമില്ല, തിങ്കൾ പറഞ്ഞ പോലെ ജയരാജന്റെ പെരുമാറ്റമൊക്കെ കൊണ്ട് ഈ പ്രശ്നം ഇവിടെ അങ്ങനെ അവസാനിച്ചു എന്ന് തോന്നിയില്ല അവർക്ക്. ആരും ഒന്നും അവൾക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ അവർ പിന്നെയും തലവുക്കി വരും. അങ്ങനെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവളല്ലോ തിങ്കൾ. അനിരുദ്ധം വന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്തോ ആവട്ടെ എന്ന് വിചാരിച്ച് ചന്തു ചിലപ്പോൾ പാർട്ടിയോട് തന്നെ ഇത് പറഞ്ഞേനെ. പക്ഷെ അനിയേട്ടം വന്ന സ്ഥിതിക്ക് അതിൻ്റെതായ രീതിയിൽ നോക്കിയും കണ്ട് ഈ പ്രശ്നം തീർക്കുമെന്ന് ചാന്ദിനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനിരുദ്ധനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചാന്ദിനി സൂചിപ്പിച്ച്. നമ്മുടെ മോളോടല്ലേ, അപ്പൊ പിന്നെ അവന്റെ കല്യാണക്കാരൻ ഞാൻ നേരിട്ട് തന്നെ ശരിയാക്കി കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് അനിരുദ്ധൻ കോൾ വെക്കുമ്പോൾ പിടിച്ചതിനേക്കാളും വലുതാണോ അളയിലെന്നൊരു തോന്നൽ ചന്തുവിന് വരാതെയില്ല. അനിയേട്ടനെല്ലാം ശരിയാവും. ചാന്ദിനി സ്വയം ആശ്വസിപ്പിച്ച് കോൾ വയ്ക്കുമ്പോൾ അപ്പുറത്ത് വീണ തിങ്കളിനെ വിളിക്കായിരുന്നു എന്താണ് ശരിക്കും ഉണ്ടായതെന്നറിയാൻ. മറച്ചു വെക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ തിങ്കളുള്ള പോലെ പറഞ്ഞു.
അയ്യടാ ആ കിളവിൻ്റെ ഒരു പൂതിയെ കാശുണ്ടെങ്കിൽ എന്താവുന്നാണ് ഇവനൊക്കെ. എന്തായാലും ചേച്ചി കൊടുത്ത അടി അത് പൊളിച്ച്. ഇനി ചേച്ചി പോയ സ്ഥിതിക്ക് ഇനി ആ തെണ്ടിയുടെ അടുത്തേക്ക് ഞാനും ജോലിക്ക് പോയില്ല. എത്രയും പെട്ടെന്ന് ഞാനും ഇറങ്ങി ചേച്ചി എന്ന് പറഞ്ഞാണ് അവൾ ഫോൺ വെച്ച്. വീണ് ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞിറങ്ങി ബസ് കയറി വീട്ടിലേക്ക് പോകും വഴിയാണ് തിങ്കളെ വിളിച്ച് കാര്യം പറഞ്ഞത്. കൂടെ ചേച്ചി ഇറങ്ങിയതിന് അയാളും കുറച്ച് കഴിഞ്ഞപ്പോൾ മൂട്ടിൽ തീ പിടിച്ച പോലെ ആ ശ്രീത്തിനെയും കൂട്ടി എഴുന്നേറ്റ് പോയെന്ന് അവൾ പറഞ്ഞു. പോകും മുന്നേ ജയരാജനെ ന്യായീകരിക്കാൻ വേണ്ടി തങ്ങളുടെ മുന്നിലും തിങ്കളെ കുറിച്ച് മോശമായി ശ്രീത് സംസാരിച്ചു എന്നും വീണ പറഞ്ഞു. മുതലാളി ഒരു ബെസ്റ്റ് ഓഫർ കൊടുത്തപ്പോൾ തട്ടിത്തെറിപ്പിച്ചു പോയെന്നും ആദ്യം കൊഞ്ചിക്കൊഴിഞ്ഞ അദ്ദേഹത്തെ മയക്കിയെടുത്തവൾ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്ര ഷോർക്കി എന്നൊക്കെയായിരുന്നു അവന്റെ വാദം. പക്ഷേ തങ്ങളതൊന്നും വിശ്വസിച്ചില്ലെന്ന് വീണ അപ്പോൾ തന്നെ തിങ്കളോട് പറഞ്ഞു. കൂടെ ഒരു കാര്യം കൂടി അവൾ പറഞ്ഞു. പീറ്റർ ഇതെല്ലാം കഴിഞ്ഞ് ആരെയോ വിളിക്കാനായി പുറത്തു പോയെന്ന്. എന്നിട്ട് താൻ പോകാൻ നേരത്തെ അവന്റെ ഫോൺ വിളി കഴിഞ്ഞില്ലെന്ന്. അവരായിട്ട് ഈ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണ് വീണ അത് പറഞ്ഞെങ്കിലും തിങ്കളുടെ മുഖം സംശയത്തിലൊന്നും ചുളിഞ്ഞു. കാരണം വേറൊന്നുമല്ല, ഒരു ദിവസം ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾ കണ്ടിരുന്നു പീറ്ററിന് തോൾ കൈയിട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാർത്ഥിവിനെ. എന്താടാ? കാറിന് പുറകിലെ സീറ്റിൽ ചാരി കണ്ണടച്ച് കിടന്നിരുന്ന ജയരാജൻ കാറിൽ നിന്നറിഞ്ഞ് ശ്രീത്തിനോടായി ചോദിച്ച് നേരെയിരുന്നു. ആരോ ബൈക്ക് റോഡിന് വട്ടം വെച്ചിരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. ഡോറൊന്ന് ശ്രീത്ത് ഇറങ്ങിയപ്പോൾ ജയരാജ് മുന്നിലേക്ക് നോക്കി. ഒരു ബൈക്കേ ഉള്ളൂ, പക്ഷേ അതവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് കാറ് പോവില്ല. കിട്ടിയ തലീൻ്റെ ക്ഷീണം മാറ്റാൻ ഫാക്ടറിയിൽ നേരെ അവർ ബാറിലേക്കാണ് പോയത്. മുതലാളിയും തൊഴിലാളിയും നന്നായി തന്നെ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കുറുക്ക് വഴിയിലൂടെയാണ്. യുവമാരുടെ സ്ഥിര റൂട്ട് മിക്കപ്പോഴും ഇത് തന്നെയാണ്. മുതലാളിക്ക് ഇത്രയും പകയും പ്രതികാരവും ആരോടെങ്കിലും തോന്നിയത് ആദ്യമായിട്ടാണ്. എന്തായാലും തിങ്കൾ ഇയാളുടെ കയ്യിൽ കിടന്നൊടുങ്ങും. കൂടുതൽക്കാണ് ഇയാളുടെ ബാക്കിയാണെങ്കിലും തനിക്ക് അവളെ കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തു അയാളുടെ മനസ്സിൽ എന്താണോ അത് നടപ്പിലാക്കാൻ കൂടെ നിൽക്കുമെന്ന് സ്ത്രീത്വം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും ഉള്ളിൽ കണ്ട് അവരിങ്ങ് വരുമ്പോഴാണ് ഈ സംഭവം. റോഡിൽ ബൈക്ക് മാത്രമേ ഉള്ളൂ, ഒറ്റൊരെണ്ണത്തിനെയും കാണുന്നില്ല. ആരാണ് നടു റോഡിൽ ബൈക്ക് കൊണ്ട് വെച്ചിരിക്കുന്നത്? ആരാണെന്ന് ബൈക്കിനടുത്തേക്ക് ആ സീറ്റിൽ അടിച്ചുകൊണ്ട് അലറി ശ്രീത്ത്. അയ്യോ ചേട്ടതാ ഇവിടെ ഞങ്ങളെ കൊണ്ട് വെച്ച്. ഫുൾ ബ്ലാക്ക് കോസ്റ്റ്യൂമിൽ, അതായത് ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ജീൻസും ബ്ലാക്ക് ഷൂവും തലയിൽ ബ്ലാക്ക് ക്യാപ്പും മുഖത്ത് ബ്ലാക്ക് മാസ്കും വെച്ച് വരുന്ന 3 പേര്. അതിലാരാണ് സംസാരിച്ചതെന്നുള്ള ശ്രീത്തിന് മനസ്സിലായില്ല. ഞങ്ങളൊന്ന് പെടുക്കാൻ പോയതാ. പെടുക്കാനും തൂറാനും പോകുമ്പോൾ റോഡ് നടക്കാണോ ബൈക്ക് കൊണ്ട് വെക്കുന്നത്? വീണ്ടും ശ്രീത്തിന്റെ അലറൽ. പിന്നെ നിന്റെ തന്തയുടെ താറയിൽ കൊണ്ട് വെക്കണോ ചേറ്റേ? അടുത്ത നിമിഷം അവന് മുന്നിലേക്ക് കയറിയുന്ന ഒരുവൻ പറയലും കൈ നിവർത്തി സ്ത്രീത്തിന്റെ മുഖത്തേക്ക് ആഞ്ഞാൽ അടികൊടുത്ത് ഒരുമിച്ചായിരുന്നു. തലയിൽ 3-4 വെടി ഒരുമിച്ച് വെട്ടിക്കിറങ്ങിയ പോലെ സ്ത്രീത്ത് കണ്ണി രണ്ടും മേപ്പോട്ടും കീപ്പോട്ടൊക്കെ പോയി അവൻ ആടി താഴേക്ക് പോകുമ്പോഴേക്കും വീഴല്ലേ തീർന്നിട്ടില്ല എന്ന് പറയില്ല അവനെ മറ്റൊരു പിടിച്ചിർത്തി. ഇവന്റെ നെഞ്ചി കൊണ്ടുവെക്കണം, നമുക്ക് ഇവിടെ ഫ്രീയാ. അടുത്ത പറച്ചിലും മുട്ടുകുത്തി കൈചുട്ടി സ്ത്രീത്തിന്റെ നെഞ്ചിലൊറ്റ കുത്തലും. വേദനയിൽ അവന്റെ നിലവിളിയോടെ മുഴങ്ങാൻ സമ്മതിക്കാതെ മറ്റൊരു അവന്റെ വായങ്ങ് പൊത്തി. അല്ലെങ്കിൽ ഇവനെ പുറത്തു വെച്ചാൽ മതിയടാ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പറയിൽ ഇടിച്ചല്ലേ അവന്റെ താഴെ പുറം മുഴുവൻ 3 കൂടെ ചവിട്ടി കൂട്ടി. കാറിൽ നിന്ന് അഴിഞ്ഞുപോയ മുണ്ടും മടക്കി കുത്തി ജയരാജൻ ഇറങ്ങുന്നുണ്ട്. നീയൊക്കെ ഏതാടാ പുന്നാര ചോദിച്ചുകൊണ്ട് അയാൾ 2 അടി വെച്ചില്ല. പാഞ്ഞു വന്നൊരുവന്റെ ചവിട്ടിൽ ദേ പോകുന്ന മലർന്നടിച്ച് റോഡിലേക്ക്. അവിടെ തപ്പി പിടിച്ച് എഴുന്നേൽക്കാൻ പോലും അയാൾക്ക് പറ്റിയില്ല. അപ്പോഴേക്ക് അയാളുടെ മേത്തേക്ക് ചാടി വീണ പാർത്തി ഒരു ഗ്യാപ്പും കൊടുക്കാതെ ജയരാജന്റെ മുഖത്തേക്ക് തുടരെ പഞ്ച് ചെയ്തു. കവളിൽ മാറി മാറി അടിച്ചു. ഇന്നലെ ഒരുത്തനെ ഒതുക്കിയതിന്റെ കൈത്തരിപ്പ് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴേക്കും നിനക്കൊക്കെ എന്റെ പെണ്ണിനെ തന്നെ വേണം അല്ലേടാ ചേറ്റേ? പാർത്തി ജയരാജന്റെ കോളിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനൊപ്പം ഭ്രാന്തി പിടിച്ച പോലത്തെ മുഖത്ത് മാസ്ക് ഊരി വലിച്ചെറിഞ്ഞളഞ്ഞിരുന്നു. ക്യാപ്പ് നേരത്തെ അവന്റെ തലയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്റെ തങ്കിയുടെ നേരെ നിന്റെ കണ്ണിനി വീണ കുത്തിയെടുക്കും ഞാനിത്. പറച്ചിലും വീണ്ടും തല്ലുന്നുണ്ടവൻ. അയാൾ പാർത്തി തല്ലുന്ന അടിയൊക്കെ തടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കള്ളുകൂടാത്തുള്ളതുകൊണ്ട് ഒന്നും എതിർക്കാൻ പറ്റുന്നില്ല. എന്നാലും മൂക്കിന് കിട്ടിയ ഒരു പഞ്ചിൽ ജയരാജൻ താഴെ കുഴഞ്ഞു വീണു. പാർത്തി ആളെ വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന സമയം കയ്യിൽ കരുതിയ കല്ലുകൊണ്ട് അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കാൻ അയാൾ കൈവീശിയിരുന്നു. പാർത്തി ഒഴിഞ്ഞു മാറിയെങ്കിലും അവന്റെ കവിളിനും ചുണ്ടിടയിലായത് കൊള്ളുകയും ചെയ്തു. വേദനയിൽ മുഖമൊന്ന് കുടഞ്ഞവൻ തലതിരിച്ച് കറങ്ങി വന്ന ജയരാജന്റെ പുറത്തിട്ട് അമർത്തി ചവിട്ടിയതേ അയാൾ റോഡിലേക്ക് പേസ്റ്റായി. പാർത്തി തന്നെയാണ് ജയരാജനിട്ട് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തത്. വരുമ്പോൾ തന്നെ അവൻ പറഞ്ഞിരുന്നു അയാളെ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇടിക്കണമെന്ന്. മിഥുനും പ്രണവതിനും സമ്മതിച്ചിരുന്നു. എന്നാലും വെറി പിടിച്ച പോലെ പാർത്തി അയാളെ ഇട്ട് അടിക്കുന്ന കണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന സ്ത്രീയത്തിനെ അവിടെ തന്നെ ഇട്ട് അവരവന്റെ അടുത്തേക്ക് കൂടി ചെക്കനെ പിടിച്ചു നിർത്തി. കള്ളു നന്നായി തലക്ക് പിടിച്ചുകൊണ്ട് കിട്ടിയുടെ അടിയുടെ ഊക്കിൽ ജയരാജന്റെ ബോധ അപ്പോഴേക്ക് ഒരുവിധം നശിച്ചിരുന്നു. വിടാ, ഇന്ന് ഇയാളെ ഞാൻ കൊല്ലും. ഒന്ന് അടങ്ങ് പാർത്തി. കയ്യിൽ കിടന്ന് പിടയുന്നവനെ പ്രണവും ഇതിനെ എങ്ങനെയോ പിടിച്ചെറുത്തുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന ഒരു ജീപ്പിന്റെ ശബ്ദത്തിൽ അവർ ഞെട്ടി തിരിഞ്ഞു നോക്കി. പോലീസ് ജീപ്പാണ്. പാർത്തി നിന്റെ അച്ഛനാണെന്ന് തോന്നടാ.
മിഥുൻ പറയലും ചുറ്റും നോക്കി മാസ്കും ക്യാപ്പ് എടുത്ത് പാർത്തിയുടെ മുഖത്തും തലയിലും വെച്ച് അനിരുദ്ധനാണെന്ന് മനസ്സിലായതും അവനത് തട്ടിക്കളയാൻ നിന്നില്ല. പക്ഷേ ഇതൊന്നും വെച്ചിട്ട് കാര്യമില്ലടാ, അങ്ങേര് നിന്നെ കണ്ടുപിടിക്കുന്ന ഉറപ്പാ. പാർത്തി അത് ചിന്തിച്ചു കഴിഞ്ഞില്ല. ജീപ്പിൽ നിന്നിറങ്ങി അനിരുദ്ധൻ അവരെ മൂന്നിനെയും കടുപ്പത്തോടെ നോക്കി അടുത്തേക്ക് വരുന്നുണ്ട്. താഴെ വീണ് കിടക്കുന്നവർ അതുപോലെ തന്നെ അവിടെ മുക്കിയും ഒളിഞ്ഞിറങ്ങി കിടപ്പാണ്. അവർ രണ്ടിനെയും നോക്കി അനിരുദ്ധൻ ആ മൂന്നെണ്ണത്തിനെയും മുമ്പിലെത്തി. എന്താ അവിടെ ഉണ്ടായേ? പുറകിൽ കയ്യും കിട്ടി അവരോടുള്ള ചോദ്യം. എന്തോ അപകടം പറ്റിയാണെന്ന് തോന്നുന്നു സർ, ഞങ്ങൾ വന്നപ്പോൾ ഇവരോട് ഇങ്ങനെ തന്നെ കിടപ്പായിരുന്നു. മീതുവാണത് പറഞ്ഞത്. അനിരുദ്ധൻ തലയിരിച്ചവനെ നോക്കി. അതായത് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക്. പാർത്തിയാണ് നടുക്ക്. അവന്റെ ഇടതേ വശത്ത് പ്രണവും വലത്ത് മിഥുനും. മിഥുൻ അനിരുദ്ധനെ നോട്ടം കണ്ട് ക്യാപ്പ് ഒന്നുകൂടെ മുഖം മറക്കി വിധം താഴ്ത്തി വെച്ചു. ആരുടെ പ്ലാന്? പറച്ചിലിനൊപ്പം കൈയുയർത്തി പാർത്തിയുടെ ക്യാപ്പും മാസ്കും അനിരുദ്ധൻ എടുത്തു മാറ്റുമ്പോൾ അടികൊണ്ട ഭാഗം അച്ഛൻ മുന്നിൽ നിന്ന് മറക്കാനെന്ന പോലെ പാർത്തിയെ മുഖം ചെരിച്ചു വെച്ചു. പാർട്ടിയുടെ മാസ്ക് അനിരുദ്ധൻ എടുത്തതോടെ മിഥുനും പ്രണവും സ്വയം അവരുടെ ക്യാപ്പ് എടുത്ത് മാറ്റി. ആരുടെയാണെന്ന് മറുപടി ഇല്ലാത്തവരെ നോക്കി അനിരുദ്ധന്റെ ശബ്ദം വീണ്ടും ഉയരുമ്പോൾ പ്രണവിന്റെയും പാർത്തിയുടെയും വിരൽ മിഥുനെ നേർക്ക് ചൂണ്ടുമ്പോൾ ആർക്ക് നേരെ പോയ സ്വന്തം വിരൽ മിഥുൻ തനിക്ക് നേരെയാക്കി അനിരുദ്ധനെ നോക്കി ഇളിക്കുകയാണ്. പക്ഷെ ആ കണ്ണുകൾ കരയുകയാണ്. ഞാനൊരു സിനിമാറ്റിക് ഫൈറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ സാറേ, ഒരു ഫാന്റസിക്ക്. അനിരുദ്ധന് അതിനൊന്നും മൂളി. പക്ഷെ മിഥുന്റെ ചെവി പിടിച്ചൊന്ന് തിരിച്ചിട്ടാണെന്ന് മാത്രം. വേദനയിൽ അവന്റെ മുഖം ചുളിഞ്ഞപ്പോഴേക്കും പിടിവിടുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം നടന്ന സംഭവം നിങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ അറിഞ്ഞു ബാച്ചു? ആരാ പറഞ്ഞതിനോട്? അനിരുദ്ധൻ ഗൗരവത്തോടെ തന്നെ ചോദിക്കുന്ന നേരം കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ലല്ലോ അവർക്ക്. പീറ്റർ വഴിയാണ് കാര്യങ്ങളൊക്കെ പാർത്തി അറിഞ്ഞ്. എന്നാണ് അവനെ പരിചയപ്പെട്ടതെന്നൊന്നും പാർത്തിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് ഫാക്ടറിയിൽ വെച്ചായിരുന്നില്ല. പെറ്റ് ഷോപ്പിൽ അവൻ പ്രാവിനെ വാങ്ങാൻ വന്നിട്ടുണ്ട്. ആ ഒരു കച്ചവടത്തിന്റെ കണ്ടുപരിചയത്തിൽ ഫാക്ടറിയിൽ തിങ്കളിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയപ്പോൾ അവിടുത്തെ ചായക്കടയുടെ മുമ്പിൽ നിന്ന് ചായ കുടിക്കുന്നവനെ കണ്ട് പാർത്തി വെറുതെ ചെന്ന് മുട്ടിയതോടെ അവനായി കട്ട കമ്പനിയായി. തനിക്ക് തിങ്കളിനോട് ഇഷ്ടമൊക്കെ അവനറിയാം. അങ്ങനെ ഫാക്ടറിയിൽ പാർത്തിയുടെ സ്പൈ ആയി മാറി പീറ്റർ. അപ്പൊ പിന്നെ ഇത്രയും വലിയ സംഭവം ഉണ്ടായ അപ്പൊ തന്നെ ചെക്കൻ വിളിച്ചു പറയില്ലേ? അവൻ പറഞ്ഞു. പാർത്തിയെല്ലാം അറിഞ്ഞു. മിഥുനും പ്രണവ് അന്നേരം അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒളിച്ചും പാത്തു ഇരുട്ടടി കൊടുക്കാൻ പാർത്തിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, മിഥുന്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അവന്റെ ഒരു ഫാന്റസി. എന്നിട്ട് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞോ? മൂന്നിനെയും നോക്കി അനിരുദ്ധൻ ചോദിച്ചെടുത്തുമ്പോൾ തലയാട്ടി അവർ. ആ എന്നാ പോവാൻ നോക്ക്. അതല്ല അങ്കിൾ, അല്ല സർ, അങ്കിളൊന്ന് വിളിച്ചാൽ മതി. കഴിഞ്ഞില്ലല്ല, 3 വീട് പിടിക്കാൻ നോക്ക്. വേഗം ചെല്. അനിരുദ്ധൻ കർശനമായി തന്നെ പറഞ്ഞു. പിന്നെ അവിടെ നിൽക്കാൻ അവർ ബൈക്ക് എടുത്തു. പ്രണവ് ആദ്യം കയറി. അതിന് പിന്നാലെ പാർത്തിയും ഏറ്റവും പിന്നിൽ മിഥുനും. മിഥുൻ കയറും മുന്നേ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയുടെ 2 ഫോട്ടോ കൂടി എടുത്തിരുന്നു. ആരുടെ ബൈക്കാകുന്ന കൺമുമ്പിൽ നിന്ന് പറഞ്ഞത് അനിരുദ്ധന്റെ നോട്ട റോഡിൽ കിടക്കുന്നവരിലേക്കായി. ചുണ്ടിൽ വിരിഞ്ഞൊരു ക്രൗര്യമേറിയ ചിരിയോടെ അനിരുദ്ധൻ അവർക്കടുത്തേക്ക് ചൂടുകൾ വെച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.